ഹലോ കിരാട്ടല്ല ദീപത്തിലേക്ക് സ്വാഗതം. കിരാട്ടല്ല നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ ഈ ഇടയ്ക്ക് നടന്ന പ്രസ് മീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ മറ്റേ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇല്ലാട്ടല്ല, ഈ ബിഗ് ബോസിൽ അഖിൽമാരും സിബിനൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ അതിൽ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു കിരാട്ടല്ല. അപ്പോൾ അതിലേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗിൽ വരുന്ന സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അടുത്ത് കുറേ മീഡിയാസ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നടന്നതുകൊണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ച് പറയുന്ന കിരാട്ടല്ല, കുറച്ച് പറയും നമുക്ക് കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, എനിക്കുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്ന കുറവുള്ളതാണ്. സോ ബെറ്റർ അവരുടെ ചോദിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ കാര്യത്തെ പറ്റി പറയണ്ടല്ലോ. ആദ്യം ഇത് പല കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത്. എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരും അടിച്ച് ആവശ്യപ്പിക്കുന്നില്ല, പക്ഷേ അതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗ് ത്രെറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു, ഞാൻ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഓഫേഴ്സ്, മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കോളാക്കിയിട്ട് എന്നെ വിളിച്ച് ചോദിക്കും, നിന്റെ മൂവി ഓഫർ പോയാലോടാ, എന്ത് പറ്റി, പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കോളാൻ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഓരോന്നും തീരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിലം ഗേൾസിനെ പറഞ്ഞ ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടീമും ഉണ്ടെങ്കിൽ ഏതൊരു ആളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്തേ ഉള്ളൂ. കാലം തെളിയിച്ചു. ഓരോരുത്തരായിട്ട് വന്ന അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി. പക്ഷെ എന്നാലും എന്താ പറയാ, ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല, കുറേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും റിയലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാവണല്ലോ, അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത്. ആ ഒരു ചാനലിന് അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ്, ഐ മീൻ ആ ഒരു ഇതിന്റെ പെർമനന്റ് അല്ല പറയുന്നത്. ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അഭിമാനാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ ബെറ്റർ ആയിരിക്കും. ആക്ച്വലി നമ്മുടെ കേരളത്തിലെ വലിയൊരു ചാനലാണ്. ഞാൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എന്റെ ലൈക്ക് എന്താണ് പറയുക, എഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല, അവർ തമ്മിൽ പറഞ്ഞ് പോർട്ട്ഫോളിയോ വിളിച്ചു. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അതിന് വോയിസ് ഒക്കെ ഉണ്ട്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി വന്നു. അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറിയുന്നത് ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നടന്നു. ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാവരും ഡിഗ്രേഡ് ചെയ്യും, മനസ്സിലായില്ലേ? സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക. ഇതുപോലെ ഈ ഷോ നല്ലൊരു ഷോ ആണ്. നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ, ജെന്യൂൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഫിനാലെ സീസൺ ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട്. സോ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആര് തന്നെയാണെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിന്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ റൺ ചെയ്യുന്നത്. എനിക്ക് സാധനം ചോദിച്ചാൽ അതിന് വില്ലിംഗ് ആയിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ ഈ വോട്ടിംഗ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൽ എന്താണ് അതിന്റെ ജെന്യൂനിറ്റി കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം ചോദിക്കാം, നമ്മൾ വോട്ട് എടുക്കുന്നു, വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സ് അല്ലേ. റോബിനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് കാണുന്ന ഏതൊരു മനുഷ്യന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാം സപ്പോർട്ട്. ഞാൻ പറയില്ലേ, ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പേര്, അത് എനിക്കറിയുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോനെ കൊള്ളാക്കുന്നത്. ഇന്റർനാഷണൽ ഷോവിന് അല്ലെങ്കിൽ കേരള വർഷത്തിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ചെയ്യുന്നത്. അതിപ്പോൾ വന്നിരിക്കുന്നത് പുറത്ത് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിമാനന്റെ സിബിന്റെ കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്ന ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഫാമിലിയിലുള്ള ഒരു ചിങ്ങമലയിൽ 2 മാസം കഴിഞ്ഞില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാണാൻ ഇല്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാനായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് ഇതിലുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുള്ളത്. എന്ന് ചോദിച്ചാൽ കാലം തെളിയിച്ചു, മനസ്സിലായില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഡിഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ പുച്ഛിക്കാനൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാരുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഓരോരുത്തർ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് ഓരോരുത്തർ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ സംഭവം മനസ്സിലാത്ത റെയിലാണെന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയേണ്ടിയില്ല. എന്താ വെച്ചാൽ എല്ലാവരും അല്ല, ഏഷ്യനിലുള്ള എല്ലാവരും അല്ല, ജസ്റ്റ് ആ ഒരു ഷോയിൽ നടത്തിപ്പുകാർ 2 പേരിന്. ആ 2 പേര് ആരാണെന്ന് നമുക്കും അറിയണമെങ്കിൽ ഇടയില്ല. എന്താ വെച്ചാൽ നമുക്കും അറിയില്ല, ഓഡിയൻസിന് ആർക്കും അറിയില്ല ആ 2 പേര് ആരാണെന്നുള്ളത്. എന്താ വെച്ചാൽ ഇങ്ങനെ സംഭവം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 പേര് എന്തായാലും അറിയണം, കേട്ടല്ലോ. എന്ന് വെച്ചാൽ അവരാണ് ഇല്ലാതെ തീരുമാനിക്കും, മനസ്സിലായി. ഇല്ലാതെ ജെന്യൂനായിട്ട് വോട്ടിങ്ങിൻ്റെ രീതിയിൽ ബിഗ് ബോസിൽ കണ്ടസ്റ്റൻസ് ഈ ജയിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി പോവുക അങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അവർ തീരുമാനിക്കും, മനസ്സിലാക്കിയിട്ട് അവർക്ക് ഫേവറായിട്ടുള്ള ആൾക്കാരെ അവർ തീരുമാനിക്കും. ഇതേപോലെ ന്യായമാണ്. നിങ്ങളതിന് പറ ഇജാതി ഷോ കൊണ്ടുപോകണം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. എന്താ വെച്ചാൽ അവരെ തട്ടുക എന്നിട്ട് ഷോ നടത്തുക, അല്ലെങ്കിലോ ഈ പരിപാടി വേണ്ട, അത്ര ഉള്ളു കേട്ടത്. ഇപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഡോക്ടർ റോബിൻ പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലത് എന്ന് വെച്ചാൽ ഓരോരുത്തരെ മുന്നോട്ട് വരട്ടെ, സത്യം തെളിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേട്ടത് സത്യം പുറത്തു വരണം, മനസ്സിലായല്ലോ. അപ്പോൾ അതേ പറയാനുള്ളൂ കേട്ടത്. അപ്പോൾ അത്ര ഉള്ളൂ.